നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമുക്ക് കിട്ടുക, നമുക്ക് അർഹിക്കുന്നതാണ്. അത് നമ്മൾ അതിനുള്ള അർഹത ഉണ്ട് എന്ന് ഈ പ്രകൃതി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം എന്ത് അതിൻ്റെ റിസൾട്ട് എന്നാണെങ്കിലും വരും. ഇപ്പം എൻ്റെ വീടിൻ്റെ പക്ക എന്താണ്, ഗവൺമെൻറ് എംപ്ലോയീസാണ്. ഞാൻ പഠിച്ചത് അറബി കോളേജാണ്. ഇന്നൊരു അറബി മാഷാക്കാൻ വേണ്ടി പഠിപ്പിച്ചതാണ്. ഇവിടുന്നാണ് ഞാൻ ഡൈവേർട്ട് ചെയ്ത് കുത്തുബ കുറേ കാലങ്ങൾ കുത്തുബ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ ഇപ്പോൾ എനിക്ക് ഏകദേശം 3 രാജ്യങ്ങളിൽ ഓഫീസുണ്ട്. ദുബായ്, റഷ്യ, കോഴിക്കോട്. ഫിൻകോവേഴ്സിറ്റിൻ്റെ സ്ഥാപനമാണ്. ഏകദേശം 10ഓളം കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. 4 കമ്പനികൾ ഞാൻ ഓണായിട്ട് ഞാൻ തന്നെ CEO ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഒരു 6 കമ്പനികൾ 7 കമ്പനികൾ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. കുഴപ്പമില്ലാണ്ട് പോകുന്നു. പക്ഷേ ഒരു 10-15 വർഷം മുമ്പുള്ള ഇന്നെ നോക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര, അതായത് ഹൈലി ചാലഞ്ചിങ് മോഡിൽ തന്നെ ഓടുന്ന ഒരാളായിരുന്നു. കയ്യിൽ പൈസ ഇല്ലായിരുന്നു, ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇപ്പം ഈ ലാസ്റ്റ് ഒരു 6 വർഷം നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, അത് വളരെ നല്ല ലെവലിലാണ് പോകുന്നുള്ളത്. ഇഷ്ടംപോലെ ട്രാവൽ, ഒരു മാസം ഒരു ഫ്ലൈറ്റ് ട്രാവൽ മിനിമം ഒരു മാസം ഒരു 3 രാജ്യങ്ങളിലും പോകാറുണ്ട്. മൾട്ടിപ്പിൾ ടൈം ദുബായിൽ പോകാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഞങ്ങൾ ആ ജേണിയിൽ ഞാൻ എടുത്ത ഒരു റിസ്ക്കും അതേപോലെ എൻ്റെ ഒരു വിഷനും അതേപോലെ ഡ്രീമും ഒക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നോർമലി ഒരു ബിസിനസ്സുകാരൻ ആൾ കാണുക, നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർ പറയും അവൻ്റെ വിധി ഇല്ലെ കഷ്ടകാലം എന്ന് പറയും. സക്സസ് ആയപ്പോൾ പറയും അവൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയും. ഇതാണ് നോർമലി പുറത്തുള്ള ഒരാൾ കാണുക. പക്ഷേ നോർമലി ഈ കഷ്ടകാലത്തിൻ്റെതും അതേപോലെ ഈ വിധീൻ്റെതും അതിൻ്റെ ഈ സക്സസിൻ്റെ ഇടയ്ക്കുള്ളൊരു സമയമുണ്ട്. നമ്മുടെ എഫേർട്ടിൻ്റെ, നമ്മുടെ അധ്വാനത്തിൻ്റെ സമയം. ഈ സമയം പൊതുവേ ആളുകൾ കാണാറില്ല. ആ അധ്വാനത്തിൻ്റെ സമയം ആര് കാണുന്നോ അവരെ എന്ത് ചെയ്യുള്ളൂ, ബിസിനസ്സിൽ സക്സസ് ആകുള്ളൂ. നമ്മൾ ഒരാളെ ലൈഫിൽ സക്സസ്സും അതേപോലെ അവരുടെ കഷ്ടപ്പാട് നോക്കുന്നതിന് പകരം അതിൻ്റെ ഇടയ്ക്കുള്ള ഈ അധ്വാനത്തിൻ്റെ സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളൊരു സക്സസ് ആവണമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടുതൽ നെക്സ്റ്റ് ഒക്കെ ആയപ്പോൾ എന്തെങ്കിലും പോയിന്റ് വരുമ്പോൾ ഞാൻ സംസാരിക്കാം. ഞാൻ അഫ്താബിന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഞാനും അഫ്താബും ഞങ്ങൾ എൻ്റെ കമ്പനീൻ്റെ ഓൾമോസ്റ്റ് പ്രൊമോഷൻസ് ഫിൻകോവേഴ്സിറ്റി ആണെങ്കിലും അങ്ങനെ ഏതാണെങ്കിലും അഫ്താബ് അതിൽ ഇൻവോൾവ്ഡ് ആണ്. മാത്രമേ ഞങ്ങൾ ഒരുമിച്ചാണ് മണി കോൺക്ലേവ് ഫിൻടെഗ്ര ഇവൻറ്റ്സുള്ള കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫിൻടെഗ്രൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ എൻ്റെ കമ്പനീൻ്റെ എക്സിബിഷനായിട്ട് ഞാൻ ഒരുപാട് രാജ്യങ്ങൾ, ഈവൻ മെക്സിക്കോ, UK, US, ഇവിടെയൊക്കെ ഞങ്ങളെ കമ്പനീൻ്റെ പ്രൊമോഷൻ ഞാൻ പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വലിയ ഇവൻറ്റ് നടക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ കൊച്ചി ചെയ്തിരുന്നു ഒരു ഇവൻറ്റ്. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും. കേരളം നന്നായിട്ട് ഏറ്റെടുത്തൊരു ഇവൻ്റായിരുന്നു അത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പം എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് കേരളത്തിൽ കൊണ്ടുവന്നുകൂടാ എന്നുള്ള ചിന്ത എനിക്ക് തോന്നി. ആ തോന്നിയതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലത്തെ ഇവൻറ്റുകളിലേക്ക് എന്ത് ചെയ്തു, ഞാൻ അഫ്താബിനെ കൊണ്ടുപോയി. ഇവിടുന്ന് ഞങ്ങൾ ഒമാനിലൊരു ഇവൻറ്റ്, ദുബായ് ഒരു ഇവൻറ്റ്, ബാങ്കോക്ക് ഒരു ഇവൻറ്റ്, ഈ സ്ഥലത്തൊക്കെ ഇവൻറ്റുകൾ അറ്റൻഡ് ചെയ്ത് അതിൽ നിന്ന് പഠിച്ച് ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ഞാൻ അഫ്താബായിനെ കൊണ്ടുവന്നതിന് മുമ്പ് ഒരുപാട് പേരോട് ഞാൻ ഈ ആശയം ഷെയർ ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പറഞ്ഞു ഇതെന്ത് ചെയ്യില്ല, ഇന്ത്യയിൽ നടക്കില്ല, കേരളത്തിൽ നടക്കില്ല. കാരണം യൂറോപ്യൻസിന് അറബികളൊക്കെ ഇന്ത്യയെ കൊണ്ടുവന്ന് സ്റ്റാളിൽ എന്ത് ചെയ്യുക, വിൽക്കാൻ നിർത്തുക എന്നുള്ളത്. നമ്മൾ അവിടെ പോയി വിൽക്കുക എന്നല്ലാതെ അവരെ ഇങ്ങോട്ട് അവരെന്ത് ചെയ്യുക, ഒരു എക്സിബിറ്റൈസായിട്ട് കൊണ്ടുവരാൻ പറ്റൂല എന്നുള്ള ഒരു ആൻസർ എനിക്ക് കിട്ടിയില്ല. പക്ഷേ അഫ്താബായി എന്ത് അത് ഏറ്റെടുത്ത് ഞങ്ങളത് വളരെ സക്സസ് ആയി ചെയ്ത് അഫ്താബിലേക്ക് പോകുമ്പോൾ ഇതുപോലെ നടക്കാത്ത കാര്യം നമുക്ക് വളരെ സിമ്പിളായി ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഒരു മനസ്സ് അത്രയും നമുക്ക് ആ ഒരു ഇതുണ്ടായാൽ മതി, ഒരു ബേണിംഗ് ഡിസയർ, ഒരു കത്തിജ്വലിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തും നടക്കും. അതിനുള്ള ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ബേക്കിൽ ഒരുപാട് ഉണ്ടാവും ചെയ്യും.